നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വോട്ടർമാരെ പാട്ടിലാക്കുന്ന വാഗ്ദാനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു. അധികാരമേറിയാൽ രാജ്യത്തെ ഓരോ ദരിദ്രനും മിനിമം വരുമാനം ഉറപ്പാക്കുമെന്നും ആരും പട്ടിണി കിടന്നുറങ്ങില്ല എന്നും അദ്ദേഹം പറയുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിലാകും പദ്ധതി നടപ്പാക്കുക. പട്ടിണി ഇല്ലാതാക്കാനുള്ള ചരിത്രപരമായ ഒരു നീക്കം കൂടിയാണിത്. ഛത്തീസ്ഗഡിലെ കിസാൻ റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു രാഹുലിന്റെ പ്രഖ്യാപനം. ലോകത്ത് ഒരു രാജ്യത്തും ഇത്തരമൊരു പദ്ധതിയില്ലെന്നും രാഹുൽ ആമുഖമായി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും കൊണ്ടുവന്നതുപോലെ തന്നെ വിപ്ലവകരമായ തീരുമാനമാണ് ഇതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പ്രതികരിച്ചു. ബിജെപിക്കെതിരെയും രാഹുൽ ആഞ്ഞടിച്ചു. രാജ്യത്തും രണ്ടുതരം ഇന്ത്യക്കാരെ സൃഷ്ടിക്കാനാണ് ബിജെപിയുടെ ശ്രമം. അനിൽ അംബാനി, നീരവ് മോദി, വിജയ് മല്യ, മെഹുൽ ചോക്സി തുടങ്ങിയവരും പാവപ്പെട്ട കർഷകരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയും ധനിക വ്യവസായികൾക്ക് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നതെന്നും പാവം കർഷകരെ കേന്ദ്ര സർക്കാർ മറന്നുവെന്നും രാഹുൽ ആരോപിച്ചു. കർഷകരുടെ കടം എഴുതിത്തള്ളുന്ന പ്രതീകാത്മക സർട്ടിഫിക്കറ്റുകളും രാഹുൽ ചടങ്ങിൽ വിതരണം ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലെയും സഹകരണ ബാങ്കുകളിലെയും കാർഷിക വായ്പകൾ കോൺഗ്രസ് നേരത്തെ എഴുതിത്തള്ളിയിരുന്നു. ഇത്തരത്തിൽ 6100 കോടിയുടെ വായ്പയാണ് അധികാരമേറിയ ശേഷം തള്ളിയത്. അധികാരത്തിലെത്തിയാൽ 10 ദിവസത്തിനകം കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിൽ സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ ഒരു ദിവസത്തിനകം കാർഷിക വായ്പ എഴുതിത്തള്ളി. എന്തുകൊണ്ടാണ് ബിജെപി സർക്കാർ വായ്പകൾ എഴുതിത്തള്ളാത്തതെന്ന് രാഹുൽ ചോദിച്ചു. ഫണ്ടില്ലെന്ന ന്യായത്തിലാണ് മോദി ഒഴിഞ്ഞുമാറിയത്. എന്നാൽ 15 ഉന്നത വ്യവസായികളുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബിജെപിക്കും സർക്കാരിനും ആവശ്യത്തിന് പണമുണ്ടായിരുന്നു. അനിൽ അംബാനിയുടെ കമ്പനിക്ക് ഇത്തരത്തിൽ 30,000 കോടിയുടെ ആനുകൂല്യങ്ങളാണ് നൽകിയത്. ഫണ്ടുകളുടെ കുറവ് ബിജെപി സർക്കാരിനില്ലെന്നും അവരുടെ മുൻഗണനകൾ വേറെയാണെന്നും രാഹുൽ പറഞ്ഞു. 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസ നഷ്ടപരിഹാര അവകാശ നിയമത്തിലെ വകുപ്പുകളെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ മോദി സർക്കാർ നടത്തുകയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ നിയമം കർശനമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തന്റെ തന്ത്രങ്ങൾ എല്ലാ സംസ്ഥാനത്തും നടപ്പാക്കണമെന്നാണ് രാഹുലിന്റെ നിർദ്ദേശം. അതേസമയം വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് രാഹുലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കർഷകരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും തന്നെയായിരിക്കുമെന്ന് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. 3 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ ജയത്തിനു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ തയ്യാറെടുപ്പിലായിരുന്നു രാഹുൽ. കർഷക പ്രശ്നവും തൊഴിലില്ലായ്മയുമാണ് രാജ്യം നേരിടുന്ന മുഖ്യ വിഷയങ്ങളെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നോട്ട് നിരോധനവും GSTയും തകർത്ത ചെറുകിടക്കാരെ കൈപിടിച്ചുയർത്താനുള്ള പദ്ധതികളും ആലോചനയിലുണ്ട്. കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടെന്ന് രാഹുലിന്റെ ടെക്നിക്കൽ ടീം റിപ്പോർട്ട് നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പുതിയ കാര്യങ്ങളായിരിക്കണം രാഹുൽ ഉൾപ്പെടുത്തേണ്ടതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇത് ബിജെപിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് രാഹുൽ കാണുന്നത്. അതേസമയം ശക്തി ആപ്പ് വഴി പ്രവർത്തകരുമായി സംവദിച്ചപ്പോൾ നിരവധി പ്രശ്നങ്ങൾ അവർ നേരിട്ട് രാഹുലിനെ അറിയിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, മറുനാടൻ TV.